Origins cock. Baby Girl. Director അരുൺ വർമ്മ. പ്രൊഡ്യൂസർ പ്രമുഖ പ്രൊഡ്യൂസറായിട്ടുള്ള ലിസ്റ്റിൻ സ്റ്റീഫൻ. അദ്ദേഹം ഇതിലൊരു വേഷവും ചെയ്തിട്ടുണ്ട്. നല്ല അറ്റൻഷനിൽ കാണാപ്പടം പഠിച്ച് ഡയലോഗൊക്കെ പറഞ്ഞിട്ടുണ്ട്. എഴുതിയിരിക്കുന്നത് ഇരട്ടകൾ ബോബി സഞ്ജയ്. ഇരട്ട റൈറ്റേഴ്സ് ബോബി സഞ്ജയ്. അവരുടെ അച്ഛനായിട്ടുള്ള പ്രേം പ്രകാശ്, അദ്ദേഹത്തിൻ്റെ ഡേറ്റ് കിട്ടാത്തതുകൊണ്ടാണ് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പട്ടം ഫ്ലക്സ് അടിച്ചിട്ട് ട്രിവാൻഡ്രം സിറ്റിയിൽ മൊത്തം വെച്ചിട്ടുണ്ട്. ആ കഥാപാത്രം ആ സിനിമയിലില്ല, പക്ഷേ ഫ്ലക്സിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മ്യൂസിക് ഡയറക്ടർ ഒറിജിനൽ സ്കോർ ആൻഡ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് സാം സി എസ് ആണ്. സാം സി എസ് പടം കണ്ട് മ്യൂസിക് ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നു. കീബോർഡ് കിടന്ന് ഉറങ്ങിപ്പോയിട്ടാണ് തോന്നുന്നത്. മ്യൂസിക്കിൽ ഒരുമാതിരി കൈദിയിലെ സാധനമൊക്കെ കയറി വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഫോൾഡർ മാറിപ്പോയതായിരിക്കും ചിലപ്പോൾ. കൈദീൻ്റെ ഫോൾഡർ ഓപ്പൺ ആയിട്ട് ഇതിൽ കയറിപ്പോയതായിരിക്കും. DOP ഫായ് സിദ്ദിഖ്, എഡിറ്റർ ഷൈജിത്ത് കുമാരൻ. ഒരു വർക്ക് അത്ര. നിവിൻ പോളി അഭിനയിച്ചിട്ടുള്ള ഈ സിനിമയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന നിവിൻ പോളി ചെയ്തിരിക്കുന്ന കഥാപാത്രം സനലേട്ടൻ. സനലേട്ടൻ ഒരു ഹോസ്പിറ്റൽ അറ്റൻഡറാണ്. പക്ഷേ ഈ സിനിമയിലെ കഥാനായകൻ, കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് നമ്മുടെ സംഗീത് പ്രതാപ്, അമൽ ഡേവിസ് ആണ്. അത് ഞാൻ വിശദമായി പറയാം. പിന്നെ ഷമി തിലകൻ്റെ മോനുണ്ട്, അഭിമന്യു തിലകൻ, ഒരു പോലീസ് ഓഫീസറായിട്ട്. അദ്ദേഹമാണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. മാർക്കോലൊക്കെ കുറ്റലാൻ വില്ലനായിട്ട് വന്നിട്ട് ഇതിലൊരു മൊണ്ണ പോലീസ് ഓഫീസർ. ഇതിലെ പോലീസുകാരെ മൊത്തം മൊണ്ണകളാക്കി വിട്ടേക്കുക. ഇത്രയും മണ്ടം പോലീസുകാർ കേരളത്തിലുണ്ടോ? ഇല്ല. പക്ഷേ സിനിമയിൽ എങ്ങനെയാണ്. അപ്പോൾ ഇദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോവാ നടക്കുക. മേജർ രവിയുണ്ട്, അദ്ദേഹം ചീത്തയൊക്കെ പറയുന്നുണ്ട് ഇയാളെ. ആരെ? ഷമി തിലകൻ്റെ മോൻ ചീത്ത പറയുക. പുള്ളി ഓടുക നടക്കുക, ജീപ്പിൽ പോവുക, ഓടുക നടക്കുക, ജീപ്പിൽ പോവുക, ഇത് തന്നെ. നിവിൻ പോളിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല സംഗീത് പ്രതാപാണ് നായകൻ. നിവിൻ പോളി കുറച്ച് സീൻസിലേ ഉള്ളൂ എന്ന് മാത്രമല്ല, അതിൽ തന്നെ കൂടുതൽ സീൻസിൽ അദ്ദേഹം CCTV-നകത്താണ്. നിവിൻ പോളി നടക്കുന്നു, ഹോസ്പിറ്റലിനകത്തോടെ നടക്കുന്നു, പുറത്തേക്ക് പോകുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. ഇത് മറ്റേ ലിസ്റ്റിൻ്റെ കസിൻ ജോസൂട്ടി, പുള്ളി ഇതിൽ മേക്ക് ഓവർ നടത്തിയിട്ടുണ്ട് മീശയൊക്കെ വെച്ചിട്ട്. ഒരു പുള്ളി ഇരുന്നിട്ട് ഇങ്ങനെ കാണുക. പുള്ളിയാണ് ഇങ്ങനെ നിവിനെ കണ്ടുകൊണ്ടിരിക്കുക CCTV-കകത്ത്. അപ്പോൾ സ്ക്രീനിൽ നിവിനെ കാണാൻ പോയാൽ നിവിനല്ല കാണുന്നത്, CCTV-കകത്തോടെ നടക്കുന്ന നിവിനെ കാണുന്നത്. അല്ലാത്ത സീൻസ് കുറവാണ് താനും. അതാണ് അവസ്ഥ. മറ്റേ ഇന്നലെ ഇറങ്ങിയ മറ്റേ സിനിമയുണ്ടല്ലോ പശ്ചാത്തത്ത, അതിലുള്ള ഇഷാൻ ഷൗക്കത്തും ജോസൂട്ടിയും കണ്ടാൽ മാറിപ്പോവും, ഇരട്ടകളെ പോലെ. അപ്പോൾ ഇത് ക്ലാഷ് ഓഫ് ദ ടൈറ്റൻസായി മാറി. അതായത് അപ്പുറം പ്രൊഡ്യൂസർ കോട്ടയിൽ ഇഷാൻ ഷൗക്കത്ത്, ഇപ്പുറം പ്രൊഡ്യൂസർ കോട്ടയിൽ ജോസൂട്ടി. ജാഫർ ഇടുക്കി ഹോസ്പിറ്റൽ സെക്യൂരിറ്റി, കൊച്ചിൻ്റെ കല്യാണമൊക്കെ നടക്കുന്ന ഒരു അച്ഛനായിട്ടുള്ള സെക്യൂരിറ്റി അവസ്ഥയാണ്. പിന്നെ നമ്മുടെ അസീസ് നെടുമങ്ങാട്, മമ്മൂക്ക കോട്ടയിലല്ലാതെ പുള്ളിയെ ഒരു സിനിമയിൽ കണ്ട്. അസീസ് നെടുമങ്ങാട് ഒരു പോലീസ് ഓഫീസറായിട്ട്. പുള്ളിയും കുറച്ച് സീൻസിലേ ഉള്ളൂ. ജെയ്സ് ജോസ്, മറ്റേ ഭയങ്കര പോലീസായിരുന്നില്ലേ, 5-ാം പതിരിലൊക്കെ ഉള്ള പുള്ളിയുണ്ട്. പുള്ളി ആദ്യത്തെ ഒരു സീനിൽ പിന്നെ അവസാനം വരുന്നുണ്ട്. അശ്വത് ശിവൻ ഒരു പോലീസുകാരനാണ്. പുള്ളിയുടെ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇങ്ങനെ രഹസ്യം പറയാം. അഭിമന്യു തിലകൻ്റെ ഹെവി പോയിട്ട് ഇങ്ങനെ ഇത് പറയലാണ് ആരെ പണി? അശ്വത് ശിവൻ്റെ പണി. പിന്നെ നന്ദു ഉണ്ട്. നന്ദു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് തന്ത, മോൾക്ക് സപ്പോർട്ടൊക്കെ ആയിട്ട്. പിന്നെ മോളായിട്ട് ഒരാൾ അഭിനയിച്ചിട്ടുണ്ട്, ഒരു പെൺകുട്ടി. ഒരു ആൺകുട്ടി ഭർത്താവായിട്ടും, മോളെ ഭർത്താവായിട്ടും. ചെറിയ പിള്ളേരാണ്, ജസ്റ്റ് 18 കഴിഞ്ഞ പിള്ളേരാണെന്നാണ് സിനിമയിൽ തന്നെ പറയുന്നത്. പിന്നെ നമ്മുടെ ഖൈലു അണ്ണൻ, വാഴും കോവിലകം കൈലാഷിന് ആകെ ഒരു ക്ലോസപ്പും ഒരു ഡയലോഗ് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ തിയേറ്ററിലായിരുന്ന 10 പേരും കുലുങ്ങി. ഇത് ഒരു ത്രില്ലറാണല്ലോ. അപ്പോൾ ത്രില്ലറാകുമ്പോഴും സ്വാഭാവികമായിട്ടും ത്രില്ലുമാണല്ലോ. ഇത് ഒരു ത്രില്ലും ഇല്ല, ഒരു പരിപ്പ് വട ത്രില്ലർ. ഇങ്ങനെ ഒരു ലോജിക്കും ഇല്ലാത്ത ഒരു സിനിമ. അടിമുടി കൃത്രിമത്വം, ഏച്ച് കെട്ടൽ, അന്തവും കുന്തമില്ല. എന്തൊക്കെയോ കാണിക്കും. നിവിൻ പോളി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക, ഹോസ്പിറ്റലിനകത്ത് നടക്കുക, പുറത്തിറങ്ങി നടക്കുക. അഭിമന്യു തിലക അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പുറം സംഗീത് പ്രതാപും മറ്റേ ലിജോ മോളും. അത് പിന്നെ പറയണ്ട. ലിജോ മോളും സംഗീത് പ്രതാപിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണീർ സീരിയൽ തോറ്റുപോകും, നാടകം. പിന്നെ ഇവരെ മോട്ടീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂലോക കോമഡിയാണ്. ഈ സംഗീത് പ്രതാപ് ഉണ്ടല്ലോ, പുള്ളി മാട്ട പുള്ളിയുടെ റിയൽ ക്യാരക്ടർ ഉണ്ടല്ലോ, ആ കോമഡി, നൈസ്, ഒരു ഓളം വൈബ്, അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് പുള്ളിക്ക് സെറ്റ്. ഇതൊരു പുള്ളി അങ്ങ് അഭിനയിക്കുക, ഭയങ്കര പ്രട്ടി സീരിയസ് ക്യാരക്ടറാണേ. സംഗീത് പ്രതാപം അഭിനയിക്കുക, എന്നിട്ട് ഇങ്ങനെ റോഡ് സൈഡിലുള്ള കമ്പിക്കൊക്കെ തലയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അഭിനയിക്കുക സംഗീത് പ്രതാപ്. അതായത് വൃത്തിയെ കെട്ട ഒരു ക്യാരക്ടറും
അത്രയും ഇമ്മോറലായിട്ടുള്ള യാതൊരുവിധ സെൻസും ഇല്ലാത്ത, ഇടയ്ക്കിടയ്ക്ക് ചൂടാവുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സങ്കടം പറയുക, അങ്ങനത്തെ എന്തോ ഒരു ക്യാരക്ടർ, വെറുത്തുപോയ ക്യാരക്ടർ. സംഗീത് പ്രതാപ് അങ്ങ് അഭിനയിച്ച് മരിക്കുകയും ചെയ്തു. ലിജോ മോളെ കാര്യം പറയണം, ലിജോ മോളെ ക്യാരക്ടേഴ്സ് കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോക്കാം. അത്രയും ദാരിദ്ര്യം പിടിച്ച ദൈന്യതയുള്ള പട്ടിണി, പരിവട്ടം, തീരെ ശോകം, മുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ എൻ്റെ പൊന്നോ. ലിജോ മോളെ പറഞ്ഞിട്ട് കാര്യമില്ലേ, കിട്ടുന്ന ക്യാരക്ടർ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പൊന്മാനിലൊക്കെ ഗംഭീര ആക്ടിങ്ങാണ്, പക്ഷേ അതിലെ ക്യാരക്ടർ എങ്ങനെയാണ്, സ്വർണവും പോയി അജേഷൻ്റെ. അപ്പോൾ ഇതിൽ പറയാനായിട്ട് ഗർഭവും ഇതൊന്നും പറഞ്ഞിട്ട് ഗർഭവും. എന്നിട്ട് ഇങ്ങനെ ലിജോ മോള് കറക്റ്റ് സീരിയൽ താരം. അതായത് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ബോബി സഞ്ജയ് എഴുതി വെച്ചേക്കുന്നത്. കിച്ചു ടെല്ലസ് കളകറഞ്ഞ ബസ് പ്രേമി ആയിട്ടാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. കിച്ചു ടെല്ലസിൻ്റെ റോള് പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. അത് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പിന്നെ അതിഥി രവി ഇതിൽ അതിഥിയായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ഒരു ക്യാമിയോ പോലെ കുറച്ചേ ഉള്ളൂ. പിന്നെ ബിഗ് ബോസിലുണ്ടായിരുന്ന അനൂപ് കൃഷ്ണൻ ഒരു സീനിൽ തല കാണിച്ച് അങ്ങ് പോയിട്ടുണ്ട്. ഷാജു ശ്രീധർ ഒരു പോലീസുകാരനായിട്ട് ഒരു സീനിൽ, ഒരു എയ്ഡ്സ് സീനിൽ പുള്ളി വന്ന് പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ ഈ ലിജോ മോളുടെ അച്ഛനായിട്ട് അഭിനയിച്ചൊരു പുള്ളിയുണ്ട്. പുള്ളി നടനാണെന്ന് തോന്നുന്നു. പുള്ളി ഇങ്ങനെ കഥാപ്രസംഗം നടത്തും. ഓരെ വിട്ടെ കടക്ക് പുറത്ത് നീ കണ്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അഭിനയിക്കുന്നു. ഇതിൽ കുറേ നാടകീയ രംഗങ്ങളുണ്ട്. ഇങ്ങനെ നിവിൻ പോളി ഹോസ്പിറ്റലിൽ കുഞ്ഞിനെടുത്ത് വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഹൈ 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 പറഞ്ഞിങ്ങനെ കൈയടിക്കുക. അങ്ങനെ മൊത്തത്തിൽ ഒരു ത്രില്ലറായിട്ടൊരു ത്രില്ലും ഇല്ല, എന്തോ ഇങ്ങനെ ഒരു ലോജിക്കും ഇല്ല. എന്തൊക്കെയോ കാണിച്ച് പോയിട്ടുള്ള ഒരു സിനിമ. അമൽ ഡേവിസിൻ്റെ കാര്യമാണ് കഷ്ടം. പുള്ളി സീരിയസ് റോൾ ചെയ്തിട്ട് കോമഡി ആയിപ്പോയി, ഫുള്ള് ഇളിയിൽ. വേറെ ഒരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഭയങ്കരമായ സസ്പെൻസ് ആക്കി വെച്ചാണ് ഈ സിനിമയിലെ കുട്ടി ആണാണോ പെണ്ണാണോ എന്നുള്ളത്. എന്നിട്ട് അവസാനമാണ് വെളിപ്പെടുത്തുന്നത്. ഏറ്റവും അവസാനം വെളിപ്പെടുത്താം പെൺകുട്ടിയാണെന്ന്, ബേബി ഗേൾ. അപ്പോൾ സിനിമയ്ക്ക് ബേബി ഗേൾ എന്ന് പേരിട്ടിട്ട് നമ്മളിത് ആണാണോ പെണ്ണാണോ ടെൻഷൻ അടിച്ചിരിക്കണം.